11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ വിപുലമായ പരിപാടികൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി യോഗ മാറിയെന്ന് മോദി പറഞ്ഞു. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും വിവിധ സേനാ വിഭാഗങ്ങളടക്കം വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളുടെ ഭാഗമായി യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മോഹൻലാൽ ലഹരി വിരുദ്ധ പ്രചാരണത്തിന് തുടക്കമിട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിന സംഗമത്തിന് നേതൃത്വം നൽകി. വിശാഖപട്ടണത്തെ രാമകൃഷ്ണ ബീച്ചിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയുള്ള ഭോഗപുരം വരെ സംഗമത്തിനെത്തിയവരുടെ നിര നീണ്ടു. ലോകം സംഘർഷത്തിലൂടെ നീങ്ങുകയും പലയിടങ്ങളിലും അശാന്തിയും അസ്ഥിരതയും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ യോഗ സമാധാനത്തിന്റെ വഴി കാട്ടിത്തരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യോഗ ലോകത്തെ ഒന്നിപ്പിച്ചുവെന്നും മോദി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു യോഗാ ദിനത്തിന്റെ ഭാഗമായി. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, നിതിൻ ഗഡ്കരി, BJP അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ യോഗാ ദിനാചരണത്തിന്റെ പങ്കാളികളായി. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ രേഖ ഗുപ്ത, യോഗി ആദിത്യനാഥ്, ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ യോഗാദിനം വിപുലമായി ആചരിച്ചു. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ യോഗാദിനാഘോഷത്തിന് നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ യോഗദിന പരിപാടിയിൽ പങ്കെടുത്തു. യോഗ മാത്രമാണ് രക്ഷയെന്നും എല്ലാവരും യോഗ ശീലമാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നടൻ മോഹൻലാലിന്റെ ലഹരിവിരുദ്ധ പ്രചാരണത്തിനും ഇന്ന് തുടക്കമായി. 1 വർഷം നീളുന്ന BA ഹീറോ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. നാർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന സിനിമാ ഡയലോഗ് പറഞ്ഞാണ് മോഹൻലാൽ പ്രചാരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചത്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി BA ഹീറോ. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലും യോഗാദിനം സംഘടിപ്പിച്ചു. രാജ്യത്ത് 1 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.